കേരളത്തിൽ നമുക്ക് വെള്ളച്ചാട്ടമൊന്നും കാണാനില്ല, പക്ഷേങ്കിൽ തമിഴ്നാട്ടിലുണ്ട് കേട്ടോ. നമ്മുടെ മുല്ലപ്പെരിയാറ്റിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമായത് കമ്പംകുമളി റൂട്ടിൽ. ഈ വഴി വരുന്ന വാഹനങ്ങൾ മിക്കതും ഇവിടെ നിർത്തി താഴത്തെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ടേ പോകുള്ളൂ കേട്ടോ. കേട്ടോ, ഇങ്ങനെ ഒരു പുഴ ഒഴുകുന്ന കേരളത്തിൽ ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ? ഒരു കാനനച്ചോല. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ജലം എത്തിക്കുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകളുണ്ടോ? തമിഴ്നാടിൻ്റെ ഭംഗിയുണ്ടോ? അവിടെ ഇപ്പോഴും നല്ല പച്ചപ്പൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളമൊക്കെ കണ്ടോ അവിടെ? കണ്ടോ? ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളങ്ങനെ വീണ്ടും തമിഴ്നാട്ടിലേക്ക് ഒന്നും കൂടെ വന്നു കേട്ടോ. തമിഴ്നാട് എന്ന് പറഞ്ഞാൽ കമ്പം വരെ പോകുന്നുള്ളേ, കുമളിയിൽ നിന്ന് കമ്പം വരെ. കമ്പത്ത് നമ്മൾ നേരത്തെ ഒരു ഇൻവെർട്ടർ സെറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ടേ, അത് നോക്കാൻ വേണ്ടി പോവാം. ആ വഴിക്ക് നമുക്ക് കാണാവുന്ന കാഴ്ചകളൊക്കെ കണ്ടുപോകാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ലോവർ ക്യാമ്പിലാണേ. കുമളിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഇവിടെ ഇറങ്ങി വരുമ്പോൾ നല്ല ചൂടാണ് കേട്ടോ. നമ്മുടെ കുമളിയിൽ കുറച്ച് ഇങ്ങോട്ട് മാറി കഴിയുമ്പോൾ ചെറിയ വ്യത്യാസത്തിനാണ് ഈ ചൂട് നമുക്ക് പെട്ടെന്ന് അനുഭവപ്പെടുന്നത്. നല്ല വെയിലാണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും. ഇനി മുന്നോട്ട് പോയി നോക്കാം. ഇവിടെയൊക്കെ ഇച്ചിരി മരത്തിൻ്റെ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുന്നോട്ട് പോയാൽ ചൂട് എത്രത്തോളം കട്ടിയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൊടൈക്കനാൽ പോയതാണ് ഒരു 1.5-2 മാസം മുമ്പ്. അപ്പോഴും നല്ല വെയിലായിരുന്നു. കൊടൈക്കനാലൊക്കെ ചെന്നപ്പോഴത്തേക്കും സാധാരണ രീതി അവിടെ ചെല്ലുമ്പോൾ നല്ല തണുപ്പ് കിട്ടുന്ന സ്ഥലമായിരുന്നേ. പക്ഷേ ഇപ്രാവശ്യം അവിടെ ചെന്നപ്പോഴത്തേക്കും നല്ല വെയിലും ചൂടുമായിരുന്നു. ഇവിടെ നമ്മൾ സെറ്ററും കോട്ടൊക്കെ കൊണ്ടുവരുന്നത് അതൊക്കെ വെറുതെ ഒരു ചുമടായിപ്പോയി. അയാൾ നമുക്ക് മുന്നോട്ട് പോയി കണ്ട കാഴ്ചകളൊക്കെ ഉണ്ടാവും. എന്നാലും കാണാത്ത എന്തെങ്കിലുമൊക്കെ കാഴ്ച കാണും. അതും കൂടെയൊക്കെ എടുത്തു വരാവേ. തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങളെല്ലാം ഇങ്ങനെ ഉഴുതു നടത്തിയിട്ടിരിക്കുക കേട്ടോ. ഇവിടെ മഴ പെയ്താലേ രക്ഷയുള്ളൂ കൃഷിയിടാനായിട്ട്. റോഡ് കണ്ടോ, തിളച്ച് മറിഞ്ഞിങ്ങനെ കിടക്കുവാണേ. ഈ മരക്കൂട്ടത്തിനിടയ്ക്ക് ഇവിടെ ഇതാ ഒരു അമ്പലമൊക്കെ കാണാം കേട്ടോ. ഞാൻ ഇവിടെ നിർത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വന്നപ്പോഴേ ഇവിടെ ഒരു മരം കണ്ടോ. മരത്തിൽ ഒരു തരം പഴം, നല്ല മണം അതിൻ്റെ. അത് കണ്ടിട്ട് ഞാൻ പിന്നെ തിരിച്ചു വരുവാണേ. ഇതാ ഈ മരത്തേലുണ്ട് ഇത് പഴം. ഇതെന്തോ പഴമാണെന്ന് മനസ്സിലായില്ല. കുറേ കായുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടോ കാണാനുവേ. ഈ അമ്പലത്തിനോട് നിൽക്കുന്ന വലിയൊരു ആൽമരം പോലത്തെ ഒരു മരമായിരുന്നു, നിറച്ച് കായ്ച്ചു കിടക്കുക. ഒരു തമിഴ്നാട് ബസ് പോകുന്നുണ്ടോ? നേരെ കുമളിക്കാം. ഇവിടെ കണ്ടോ കുറേ കെട്ടിടങ്ങൾ. നമ്മൾ പലപ്പോഴും ഈ വഴിക്ക് പോകുമ്പോൾ ഇതിങ്ങനെ കാണാറുണ്ടേ. ഞാൻ ആദ്യം വല്ല ഹോസ്റ്റലോ ഹോസ്പിറ്റലോ കോളേജൊക്കെ ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈയിടെയാണ് സംഭവം മനസ്സിലായത്. ഇതെല്ലാം ഫ്ലാറ്റുകളാണ്, വില്ലകളുമാണ് പണിതിട്ടിരിക്കുന്നത്. തമിഴ്നാട് സർക്കാർ പണിതിട്ടിരിക്കുന്നതാണ്. വീടില്ലാത്തവർക്കൊക്കെ കൊടുക്കാനാണ്. വെറുതെ അല്ല, പൈസയ്ക്ക് തന്നെ കൊടുക്കുന്നത്. EMI സ്കീമിലൊക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ റെഡി ക്യാഷിലും കൊടുക്കുന്നുണ്ട്. റേറ്റും മറ്റു കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഏതായാലും തമിഴ്നാട്ടിൽ ഇങ്ങനെയൊക്കെ ഒരു വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. EMI ആയിട്ടൊക്കെ ആയിട്ട് ഗവൺമെൻറ് ഫ്ലാറ്റ് പണിത് കൊടുക്കുന്നുണ്ടോ. നമ്മുടെ കേരളത്തിലും ഇങ്ങനെ ഒരു സംവിധാനമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് എത്രയോ നല്ലതായിരുന്നു കേട്ടോ. പക്ഷെ നമ്മുടെ കേരളത്തിലൊന്നും ആ പരിപാടിയൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. എല്ലാം അങ്ങനെയുള്ളൊരു രീതിയിലാണല്ലോ പോകുന്ന കാര്യങ്ങളെല്ലാം. ഇത് കാഴ്ചയിൽ തന്നെ എത്ര മനോഹരമാണെന്ന് നോക്കി. ഒരെണ്ണത്തിൽ എത്ര എണ്ണം കാണും റൂമല്ലേ? 1, 2, 3, 4, 5. താഴെ 5 ഫ്ലാറ്റ് വെച്ചുണ്ട്. അങ്ങനെ 1, 2, 3, 4, 5, 20 ഫ്ലാറ്റ് ഉണ്ട് ഈ ഒരെണ്ണത്തിൽ തന്നെ കേട്ടോ. പിന്നെ ഇങ്ങോട്ട് മാറ്റി ഇതാ വില്ലകളായിട്ടിരിക്കുന്നുണ്ടോ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. സെപ്പറേറ്റ് ഓരോ വീടുകൾ. ഓരോ വീട്ടിലേക്കും ടാറിങ് ചെയ്ത റോഡ് വരെയുണ്ട് കേട്ടോ. ഇതിപ്പോൾ തന്നെ 1, 2, 3, 1, 2, 3, 4, 5, 15 വില്ല തന്നെ ഉണ്ട്. തമിഴ്നാട്ടിലെ നല്ല മുതു വെയിലത്തും ഉണ്ടല്ലോ. ഇവിടെ നമുക്കൊരു കാഴ്ച കാണാവേ. ഈ വേനൽക്കാലത്തും അവർ പൂക്കളം ഉണ്ടാക്കി എടുക്കുന്നുണ്ടോ.
ഇത് കാണാൻ ആൾക്കാർ പോകുന്നുണ്ട്, പക്ഷേ അങ്ങോട്ട് അവർ കയറ്റത്തില്ല. ആ ഒരു റോഡിലൊക്കെ നിന്ന് നമുക്ക് കാണാനായി പറ്റത്തുള്ളൂ കേട്ടോ. അതിൽ സുഖമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാവേ. വെന്തിപ്പൂ ജമന്തിപ്പൂ ഒക്കെയാണ് അവിടുത്തെ കൃഷി. ഇവരുടെ കൃഷി രീതി നമ്മളൊന്ന് സമ്മതിച്ചു കൊടുക്കേണ്ട കേസാണ്. അങ്ങനെ നമ്മൾ വന്നപ്പോൾ ഒരു കരിക്കൊക്കെ കുടിച്ചിട്ട് പോയേക്കാന്ന് ചോദിച്ചേ. ഇവിടെ വന്നപ്പോൾ അതാ പുളിയൊക്കെ ഇങ്ങനെ ഉണങ്ങി വെച്ചിരിക്കുന്നുണ്ടോ. മാങ്ങയുണ്ട്. ഈ പുളിയൊക്കെ എന്നാ വില? 180. കുരു ഇല്ലാത്തോ അല്ലേ? മുന്തിരി കരിക്ക് 50. ആ ഇതായിരിക്കുന്നുണ്ടോ പുളി? കുരു ഇല്ലാത്ത പുളിയാന്ന് പറഞ്ഞു കേട്ടോ. കൊള്ളാം. നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്കൊക്കെ നമുക്ക് കുറച്ച് മേടിക്കും. നല്ല കടലയുണ്ട്. ഇതെന്താണ്? ആ അതും കടല തന്നെ കേട്ടോ. ആ ഈ പൊട്ടിക്കാത്ത കടലയാണ് ഇതേ. അതുകൊണ്ട് അത് കിടക്കുന്നുണ്ടോ? ഇത് വറുത്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ മേടിച്ച കരിക്ക് വെള്ളമല്ല, പരിപ്പും കൂടെ ഉള്ള കേട്ടോ. അവരെ വെട്ടിയെടുക്കുക. ഈ വഴിക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഈ കരിക്കൊക്കെ മേടിച്ച് കുടിക്കുന്നത് എപ്പോഴും നല്ല കേട്ടോ. മറ്റുള്ള വെള്ളത്തെക്കാട്ടിലും എപ്പോഴും നല്ല കരിക്ക് തന്നെയാണ്. ആ അത്ര കട്ടിയൊന്നും ഉള്ളില്ല, കുറച്ചുണ്ട് ഇതേ. അപ്പോൾ അത് മതി. ഇവിടെയൊക്കെ കൃഷിയിട്ടൊക്കെ ഉണ്ടോ. വെണ്ട, പയർ ഒക്കെ ഉണ്ട് കേട്ടോ. വെണ്ടയൊക്കെ പൂത്ത് നിൽക്കുന്നു. ഇവിടെ ഒരു കൊച്ചുണ്ടേ. പേരെന്നാ? ചൊല്ല്. എന്നാ പേര്? പേരെന്നാ? മിണ്ടാതിരിക്കാം കേട്ടോ. പേരെന്നാ പറഞ്ഞ? കർണേഷ്. ഇതേണ്ട അവിടെ എല്ലാം ഇങ്ങനെ കൃഷി വിതയിട്ടിരിക്കുകയാണ് കേട്ടോ. നനച്ചൊക്കെ മുളച്ച് റെഡിയായി വരും. ഇവിടെ മഴയില്ലെങ്കിലും വെള്ളമുണ്ട് ഇവർക്ക് കേട്ടോ കൃഷിക്ക്. ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ കുറേ മുന്തിരിത്തോട്ടങ്ങളാണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡും അല്ല. നമുക്ക് ഇറങ്ങി ഇവിടുന്ന് കുറച്ച് മുന്തിരിത്തോട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാവേ. മുന്തിരിത്തോട്ടം കാണാൻ വന്നവരുടെ വാഹനങ്ങളാണ് കിടക്കുന്നത് കേട്ടോ. ഇവിടെ മുന്തിരി, സ്ക്വാഷ്, വൈന് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് എന്താണോ വേണ്ടത് അതെല്ലാം ഉണ്ട്. ഇവിടെ ഒരു മുന്തിരിത്തോട്ടമുണ്ട്. അതുപോലെ അതുകൊണ്ട് അവിടെ ഒരു മുന്തിരിത്തോട്ടമുണ്ടേ. MSR. പച്ച മുന്തിരി കാഴ്ച കിടക്കുന്നുണ്ടോ. ഇതൊക്കെ ഇനി കുറച്ച് കഴിയുമ്പോൾ പഴുക്കും. അപ്പോൾ ഇവിടെ ഓപ്പൺ ആക്കും, ആൾക്കാരെ ഇങ്ങോട്ട് കയറ്റി വിടും. ആ ഇവിടെ മുന്തിരിത്തോട്ടം നല്ല തിരക്കാന്ന് തോന്നുന്നു കേട്ടോ. മുന്തിരി പറിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ മുന്തിരിയിൽ അത്യാവശ്യം മരുന്നൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടാവും. കഴുകാതെ പറിച്ച് തിന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവും. പഴുത്ത മുന്തിരി. ഇവിടെ കുറേ മുന്തിരിങ്ങ കേട്ടോ. എല്ലാം പഴുത്ത് കിടക്കാം. മുന്തിരി ജ്യൂസ്. നമ്മൾ തൽക്കാലം മുന്തിരി വാങ്ങിച്ചില്ല കേട്ടോ. ഇതിൻ്റെ വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാവേ. ഇനിയിപ്പോൾ നമുക്ക് നേരെ കമ്പം ടൗണിലേക്ക് പോവാം. ഇവിടെ നല്ല തിരക്കാണേ, അവധിക്കാലമൊക്കെ ആയതുകൊണ്ട്.
ഇപ്പം നമ്മൾ കമ്പം ടൗണിലേക്ക് എത്തി കേട്ടോ. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നല്ല ടൗൺ. കമ്പം ടൗണിൻ്റെ തുടക്കമാണ്. കമ്പം ടൗണിലൊക്കെ നല്ല തിരക്കാട്ടോ. ഇവിടെ വന്നപ്പോൾ വെയിലെന്ന് പറഞ്ഞാൽ നല്ല പൂക്കിട്ട് വെയിലാട്ടോ. ഒരു രക്ഷയില്ലേ. ഒരു മരത്തിൻ്റെ തണലിൽ ഓടി കയറി കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇനി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ നിന്നപ്പോൾ അതാ ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ കുറേ കച്ചവടക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ടോ. ആ കാണുന്ന അമ്പലം കമ്പത്തിലെ മാരിയമ്മൻ കോവിലാണേ. ഓ, ഇവിടെയുള്ള ആൾക്കാരെ സമ്മതിക്കണം. ഈ വെയിലും കൊണ്ട് ഇങ്ങനെ നടക്കും ഇവരെ. ഇവർക്ക് പൊള്ളൊന്നുമില്ല, ഒന്നുമില്ല. ഉണ്ടുവണ്ടിയിൽ പ്ലാസ്റ്റിക് പാത്രം കച്ചവടം കണ്ടോ. നമ്മുടെ നാട്ടിലൊന്നും കാണാനേ ഇല്ല. നാരങ്ങ വെള്ളം ചോദിച്ചു കേട്ടോ. അന്ന് നാരങ്ങ പിഴിയുന്നു. നല്ല ഒരു നാരങ്ങ വെള്ളം കഴിക്കാം. ഞാനൊരു നാരങ്ങ വെള്ളം കഴിക്കാം കേട്ടോ. നല്ല പുളിയും മധുരമൊക്കെ ഉണ്ടോ. അടിപൊളിയാണ്. ഇവിടെ വെള്ളം പിടിക്കാൻ പോകുന്നുണ്ടോ. വെള്ളത്തിന് അത്യാവശ്യം ക്ഷാമമുണ്ട് കേട്ടോ. വെള്ളം എടുത്തുകൊണ്ട് പോന്നു. തമിഴ്നാട്ടിൽ നല്ല രീതിക്ക് വെള്ളത്തിന് ക്ഷാമമുണ്ട് കേട്ടോ. ആ ഉന്തുവണ്ടിയിലൊക്കെ വെച്ച് വെള്ളം കൊണ്ടുപോകുന്നുണ്ടോ. ഇതിവിടെ സ്ഥിരം കാഴ്ചയാണ്. ഇവിടെ എല്ലാം വഴി സൈഡിൽ കൂടെ വീട് ഇരിക്കുന്നുണ്ടോ. പുറമ്പോക്ക് പോലത്തുള്ള സ്ഥലങ്ങളിലാണ് ഈ വീട് കൂടുതൽ ഇരിക്കുന്നത് കേട്ടോ. പക്ഷെ സർക്കാരിൻ്റെ നല്ല സഹായം ഇവർക്കുണ്ടേ. ഇതെല്ലാം കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളാണ് കേട്ടോ. ഇവിടെ ഈ വഴി സൈഡിൽ നിൽക്കുന്ന മുഴുവനും പഞ്ഞിമരങ്ങളാണ്. ഒത്തിരി ഉണ്ട് അങ്ങനെ. ഇവിടെ വന്നപ്പോൾ കണ്ടോ ഒരു പുഴ. ആ, നല്ല വെള്ളം. അപ്പുറത്ത് ഇവിടെ വെള്ളം കലങ്ങി ഇങ്ങോട്ട് കൃഷിയിടത്തിൽ നിന്ന് വെള്ളം വന്ന് കയറുന്നുണ്ടേ. ഇത് നമ്മുടെ മുല്ലപ്പെരിയാർ വെള്ളമാണ് ഈ വന്ന് കിടക്കുന്നത് കേട്ടോ. ഇവരുടെ കൃഷി ആവശ്യത്തിനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ കിടക്കുക. ഇവിടെ നിന്നൊക്കെ നമ്മുടെ നാട്ടിൽ പോലെ ഇത്രയും വെള്ളം കാണുകയില്ല. ഇതിനകത്ത് മീനുണ്ട്. ഈ വെള്ളം തന്നെ ഇവർ ശുദ്ധി ചെയ്ത് കുടിക്കാനൊക്കെ എടുക്കും. അവിടെ ഒരു മനോഹരമായ ഒരു അമ്പലവും ഒരു ഗ്രാമവും ഒക്കെ കൂടെ കണ്ടോ. ചുരുളിക്ക് പോകുന്ന വഴിക്കാണേ. ഇവിടെ കണ്ടോ സിനിമ പോസ്റ്റർ വെച്ചിരിക്കുന്നുണ്ടോ. നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ആവേശം എന്ന് പറഞ്ഞ സിനിമ ഇവിടെ തമിഴ്നാട്ടിൽ ഓടുന്നതിൻ്റെ പോസ്റ്റർ കൊടുത്തേക്കുന്നത്. ഇംഗ്ലീഷിലെ സബ് ടൈറ്റിലൊക്കെ കൊടുക്കുന്നത് കേട്ടോ. എന്താ അല്ലേ. സുരുളി കമ്പം റോഡായത് കേട്ടോ. കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇവിടുന്ന് വഴി തിരിഞ്ഞ് നമുക്ക് ഗൂഡല്ലൂരേക്ക് പോകുന്ന വഴിയുണ്ടേ. കാളവണ്ടി ഓട്ടം കണ്ടോ. ആ മലയുടെ അടിവാരത്തൊരു ശിവലിംഗം വെച്ചിരിക്കുന്നതുണ്ടോ. അപ്പം നമ്മളിപ്പോൾ സുരുളിയിലേക്ക് എത്തി കേട്ടോ. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടേ. അവിടെ വണ്ടിക്ക് എന്തോ ഒരു പീസുണ്ടോ. അതൊക്കെ അടച്ചിട്ട് വേണം കയറിപ്പോയി. അതൊക്കെ എന്ത് ആലുമരം നിൽക്കുന്നത് നോക്കി. അതെല്ലാം ഇങ്ങനെ എൻ്റെ വേരിങ്ങനെ തൂങ്ങി കിടക്കുമോ. എന്തുമാത്രം വണ്ടിയൊക്കെ വന്ന് കിടക്കാൻ നോക്കി. ഇവിടെ സുരുളി ഫാൾസൊക്കെ കാണാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. ഈ ആൽമരം കണ്ടോ. അതാണ് എനിക്കിഷ്ടപ്പെട്ടത്. അതുപോലെ കുറേ കടകളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഇവിടെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിന് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുരുളി ടൗൺ. ഇവിടുന്ന് മുകളിലോട്ട് വേണം വാട്ടർഫാൾസിലേക്കൊക്കെ പോകാനായിട്ട്. അവിടെ വെള്ളം കുറവാണെന്നാണ് പറയുന്നത് കേട്ടെ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് സുരുളി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. പക്ഷേ മുകളിലോട്ട് പോയിട്ട് കാര്യമില്ല. കാട്ടിനുള്ളിൽ കൂടെ പോയാൽ അവിടെ വെള്ളമില്ലെന്ന് അവർ കയറിയപ്പോൾ തന്നെ പറഞ്ഞത്. വെള്ളമില്ലെങ്കിൽ പിന്നെ നമ്മൾ മുകളിലോട്ട് പോയിട്ട് കാര്യമില്ല. ഒരു സുഖമില്ല അവിടുത്തെ കാഴ്ചകൾ. നമുക്കിവിടെ ചുറ്റോട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങ് പോവാം. ബസ് വന്നത് നല്ല തിരക്കാട്ടോ. ടോയ്സുകളൊക്കെ കിടക്കണുണ്ടോ. എല്ലാം വെയിലത്തിരുന്ന് ഇങ്ങനെ ഉണങ്ങിയിരിക്കുക.
വരെ പൊരിയും നല്ലൊരു കച്ചവടം. നല്ലായിരിക്കും. ആ, എന്തുമാത്രം ടോയ്സുകളൊക്കെ നടക്കാൻ നോക്കി. പക്ഷെ അതിന് മാത്രമുള്ള ആളൊന്നുമില്ല കേട്ടോ, തിരക്ക് കുറവാണ്. വെള്ളമില്ലാത്തതുകൊണ്ട് ആളും അങ്ങനെ വരുന്നില്ല. അപ്പോൾ നമുക്കിനി വല്ല തിരിച്ചു പോകട്ടോ, മുകളിലോട്ട് പോയിട്ട് കാര്യമില്ല. ബസ്സൊക്കെ വന്ന് റിട്ടേൺ പോകണം. നമ്മൾ പോകുന്ന നല്ല അടിപൊളി തെങ്ങുന്തോപ്പിൻ്റെ അതുവരെ കേട്ടോ. നമ്മുടെ കേരളമൊക്കെ തമിഴ്നാട്ടിലെ തെങ്ങുന്തോപ്പ് കണ്ടുപിടിക്കണം. നോക്കിയാൽ നല്ല അടിപൊളി തെങ്ങുന്തോട്ടം. ഇപ്പം നമ്മൾ പഞ്ഞിത്തോട്ടത്തിൽ കൂടെ പോകണം കേട്ടോ. ഈ പഞ്ഞിമരം നല്ലപോലെ വെച്ച് പിടിപ്പിക്കുക, തണലും കിട്ടും. പിന്നെ പഞ്ഞിയുടെ കായെടുത്ത് മെത്തയും കിടക്കയും തലേണയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. തമിഴ്നാട്ടിലെ വാഴത്തോട്ടം കണ്ടോ, കുറേ വാഴയൊക്കെ വെട്ടിയതാണ്, എന്നാലും അതൊക്കെ കൊലയുണ്ട് കേട്ടോ. തമിഴ്നാട്ടിലാണ് ഈ വാഴക്കൊലയൊക്കെ ശരിക്കും പറഞ്ഞാൽ ശരിയായ രീതിയിൽ ഉൽപ്പാദനം നടക്കുന്നത്. നമ്മുടെ കേരളത്തിലേക്കൊക്കെ ഇവിടുന്ന് ഒക്കെ വാഴക്കൊല ശബരിമല സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് തന്നെയാണ് കൂടുതലും വരുന്നത്. ഇതുകൊണ്ടോ പഞ്ഞിമരം നിൽക്കുന്നത്, ഇതിൻ്റെ എല്ലാം ചോട് ഒരുപോലെ ഇരിക്കുന്നു. നോക്കിയേ, അതുപോലെ നല്ല വലിപ്പമുള്ള പഞ്ഞിമരമാണ് കേട്ടോ. ചുരുളിക്കൊക്കെ പോകുന്ന വണ്ടിയാണ്. പക്ഷെ വെള്ളമില്ലെന്നുള്ള കാര്യം അവർക്കറിയത്തില്ല, അവിടെ ചെല്ലുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. പഞ്ഞിങ്ങനെ പൊട്ടി നിൽക്കുന്നുണ്ടോ. ഇപ്പോൾ ഇത് പെറുക്കാനൊക്കെ ആയിട്ട് ഒരു വരുവേ. തമിഴ്നാട്ടിൽ വന്നിട്ട് കേരള മോഡലിൽ 2 വീട് വന്നു കേട്ടോ. ഇങ്ങനെ ചെരിച്ച് വാർക്കല്ലേ ഇവിടെ വീടുകൾ കൂടുതലും. അതിൻ്റെ അപ്പുറത്ത് കണ്ടോ, അതുപോലെ ഉണ്ടാക്കും. ഇപ്പം നമ്മൾ ഏകദേശം കൂടല്ലൂർ ടൗണിലേക്ക് കയറുവാണേ. ഇവിടെ കണ്ടോ ഈറ്റയും കൊണ്ടൊക്കെ കൊട്ട ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കൊട്ട നിർമ്മാണം, കൊട്ട, പരമ്പ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ അപൂർവമായിട്ട് എവിടെയെങ്കിലും കാണാമോ. അപ്പം നമ്മൾ കൂടല്ലൂർ ടൗണിലോട്ട് കയറിയേ. ഒരു വെരി സെറ്റ് ഉണ്ടോ, ഓല കൊണ്ടുണ്ടാക്കി വെച്ചേ. ഇപ്പോൾ അത് മുന്നോട്ട് പോയാൽ നമുക്ക് നേരെ കുമളി. ഇതുണ്ടോ കമ്പം ബൈപ്പാസാണ് കേട്ടോ. വലത്തോട്ട് കിടക്കുന്ന വഴി കൂടല്ലൂർ വഴി കമ്പം, നേരെ പോകുന്ന ദേശീയപാത. അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു തണ്ണിമത്തനും കരിക്കും കൂടെ വിൽക്കുന്ന ഒരു കട കണ്ടേ. ഇതുണ്ടോ ഇരിക്കുന്നത്, തണ്ണിമത്തനൊക്കെ ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഉണ്ട്. ഇത് ഒരു കട തന്നെയാണ്. നമ്മൾ ഇച്ചിരി മുന്തിരിങ്ങയൊക്കെ മേടിച്ചാക്കാന്ന് ചോദിച്ചു ഇവിടെ കയറുക. കടലയൊക്കെ ഇരിക്കുന്നു, നെൽക്കടല, തൊണ്ടുള്ളത് തൊണ്ടില്ലാത്തത്. ഇവിടെ തണ്ണിമത്തൻ കിലോ 25 രൂപ. നമുക്ക് ഒരു പെട്ടി മുന്തിരിങ്ങ മേടിക്കാം. മുന്തിരിങ്ങ മേടിക്കാം. ഇവിടെയെല്ലാം ഹൗസ് പ്ലോട്ടുകൾ തിരിച്ചിട്ടിരിക്കുന്നതാണോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ വീട് വയ്ക്കാനുള്ള സംവിധാനത്തിന് വേണ്ടി ഓരോരോ പീസായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടിരിക്കുകയാണ്. നടുക്ക് വേറെ ഒരു ഓഫീസായിട്ട് ഒരു ഓല ഷെഡ്, ഒരു ഓലപ്പര ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. റോഡിൻ്റെ അപ്പുറത്ത് കാണുന്നതല്ല മുന്തിരിപ്പാടങ്ങളാണ് കേട്ടോ, മുന്തിരിത്തോട്ടം. ഇപ്പോൾ റോഡൊക്കെ അങ്ങ് വെയിലുകൊണ്ട് പൊരിഞ്ഞിരിക്കുക, ചൂട് കാറ്റാണ് മൊത്തം മുന്നോട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ കമ്പത്തൊക്കെ പോയി, ചുരുളി പോയി, കൂടല്ലൂർ പോയി, തിരിച്ചിതാ കുമളിയിലെത്തി കേട്ടോ. തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്താണ്. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.